പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരം കടൽക്കരയിലുള്ള ബോട്ടുകളാണിത്. അനേകായിരം മീൻ പിടിക്കുന്ന സഹോദരന്മാർ ഇവിടെ അവരുടെ ബോട്ടുകൾ നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്നാണ് അവർ മീൻ പിടിക്കാൻ വരുന്നത്. അതിലൊരു ബോട്ടാണ് ഇത്. ഈ സഹോദരൻ, ബോട്ടുള്ള ഈ സഹോദരൻ കർത്താവായ യേശുവിനെ പൂർണ്ണ മനസ്സോടെ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച ഒരു സഹോദരനാണ്. ഈ ബോട്ടിൽ അയാൾക്ക് ദൈവവചനങ്ങൾ റെക്കോർഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിലിരുന്നാണ് ബോട്ട് ഓടിക്കുന്നത്. ഇതാണ് ചുക്കാൻ എന്ന് പറയുന്നത്. ചെറിയ ചുക്കാൻ ഒരു വലിയ കപ്പൽ തിരിക്കാനും ഉപയോഗിക്കുന്നു എന്ന് യാക്കോബിൽ പറയുന്നത് വായിച്ചിട്ടില്ലേ? ചെറിയ ബോട്ടിൽ മാത്രമല്ല, വലിയ കപ്പലിലും ഇതുണ്ടാകും. ഇതുകൊണ്ടാണ് ബോട്ട് തിരിക്കുന്നത്. ബോട്ട് ഓടിക്കുന്നവര് ഇവിടെ ഇരുന്നാണ് ബോട്ട് ഓടിക്കുന്നത്. പുറകിൽ വലകൾ വെച്ചിട്ടുണ്ട്. വലകൾ ഉപയോഗിച്ച് മീൻ പിടിച്ച് ബോട്ടിന്റെ അടിയിൽ മീൻ പിടിച്ച് ശേഖരിക്കാനുള്ള സ്ഥലമുണ്ട്. ഐസ് കട്ടകൾ വെച്ചിട്ടുണ്ട്. മീൻ പിടിച്ച് അതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നു. കരയിലെത്തിയ ശേഷം അത് പുറത്തെടുത്ത് വെക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടലിൽ ഇറങ്ങിയാൽ രാത്രി മുഴുവനും, കണ്ണെത്താ ദൂരം മുഴുവനും കടലായിരിക്കും, വെറും വെള്ളം. എപ്പോൾ എന്താപത്തുണ്ടാകുമെന്ന് അറിയില്ല. പക്ഷേ അവർ വിശ്വാസത്തോടെ പുറപ്പെട്ട് മീൻ പിടിച്ച് കൊണ്ടുവരുന്നു. ഇവർക്ക് വേണ്ടി നാം കൂടുതലായി പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ മീൻ കഴിക്കാറില്ലേ? മീൻ കറി ഉണ്ടാക്കി, മീൻ വറുത്ത്, ആ സമയത്തെങ്കിലും മീൻ പിടിക്കുന്ന സഹോദരന്മാരെ ഓർത്ത് ഒരു മിനിറ്റെങ്കിലും നാം പ്രാർത്ഥിക്കണം. ഇത് പിടിച്ചു വന്ന മീൻപിടുത്തക്കാരെ സഹായിച്ച് അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ, ധാരാളം മീനുകളെ കൊടുത്ത് ആശീർവദിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഇതേറ്റവും പ്രധാനപ്പെട്ടതാണ്. ശരി, ഇപ്പോൾ ദൈവം എനിക്ക് തരുന്ന വചനം എന്താണ് എന്ന് ചിന്തിക്കുകയാണോ? എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത്. ധാരാളം ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, എൻ്റെ മക്കളെ, പിശാചിനിടം കൊടുക്കരുത്. അവൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവൻ എപ്പോഴും കറങ്ങി നമ്മെ ചുറ്റി കറങ്ങി എന്തിലെങ്കിലും നമ്മളെ കുടുക്കണം, തടയണം, നമ്മളെ മുടക്കണം, നമ്മളെ വീഴ്ത്തണമെന്ന് ചുറ്റിക്കറങ്ങിക്കൊണ്ട് വരും. പക്ഷേ നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മളെ നശിപ്പിക്കുവാൻ സാധിക്കില്ല, തൊടാനാവില്ല. കർത്താവിന്റെ സംരക്ഷണമുണ്ടാകും. പക്ഷേ നാം ഇടം കൊടുത്താൽ അവനുള്ളിൽ നുഴയാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇടം കൊടുക്കരുത് എന്ന്. നമ്മൾ ഇടം കൊടുത്താൽ യേശുവിനൊന്നും ചെയ്യാനാവില്ല. ദൈവം എപ്പോഴും നമുക്ക് വേലി കെട്ടി നമ്മെ സംരക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ അവൻ നുഴയാൻ നോക്കിയാൽ അത് സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ഇടം കൊടുത്ത് വാതിൽ തുറന്നകത്ത് വാ എന്ന് വിളിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത് എന്ന്. പിശാചിന് നുഴയാൻ സാധിക്കുന്ന ഒന്നിനും, ഒരു പാപപ്രവൃത്തി, തെറ്റായ വിശ്വാസം, തെറ്റായ ഭക്തി, പിശാചിന് പ്രവർത്തിക്കുവാനും അകത്ത് കയറാനും ഇടയാക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെതാണോ പിശാചിൻ്റെതാണോ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം. നിങ്ങളുടെ തൊഴിലിലും വ്യാപാരത്തിലും ജോലിയിലും തെറ്റായ ഒരു കാര്യത്തിനും ഇടം കൊടുക്കാത്ത വിധം, പിശാചിൻ്റെതായ ഒരു കാര്യത്തിനും ഇടം കൊടുക്കാതെ ശ്രദ്ധയോടെ ഇരുന്നാൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ടാകും. സാത്താന് നമ്മെ ഒന്നും ചെയ്യാനാവില്ല. ചുറ്റിക്കറങ്ങി വരും, നിങ്ങളെ ഉപദ്രവിക്കാനാവില്ല. അത്ര തന്നെ. പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇടം കൊടുത്തു, എന്നോട് ക്ഷമിച്ച് വീണ്ടും അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയിൽ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. സാത്താൻ നുഴയാത്ത വിധം സംരക്ഷിക്കും. പ്രാർത്ഥിക്കാമോ? പിതാവേ, അങ്ങ് തന്ന ഈ ഉപദേശത്തിന് സ്തോത്രം. ഈ മീൻപിടുത്തക്കാരായ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെയും ഇവരുടെ തൊഴിലിനെയും ആശീർവദിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കടലിൽ മീനുകൾ വർദ്ധിക്കട്ടെ, ഇവർക്ക് ധാരാളം മീനുകൾ കിട്ടുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും പിശാചിനിടം കൊടുക്കാത്തയൊരു ജീവിതം ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതാ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ